എന്നെ രക്ഷപ്പെടാൻ നോക്കട്ടെ. ഏയ്, അവിടെ നിക്ക് നിക്ക്. നിന്നോടല്ല ഞാൻ നിക്കാൻ പറഞ്ഞത്. എടാ നിന്നോടല്ല നിക്കാൻ പറഞ്ഞ്. കള്ളനെ പിടിക്കാൻ ഇച്ചിരി പൊളിക്കും എന്റെ പോലീസുകാരെ. ചെന്ന് കളരിയൊക്കെ പഠിച്ചിട്ട് വാ. പേടാടാ, Yes, sir. നീ അവന്മാരോട് ഗേറ്റ് അടയ്ക്കാൻ പറയേ. ആ കള്ളൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, മനസ്സിലായ? ശരി സാർ. ബ്ലൂ കളർ ബലൂൺ. ശിവ വരൂ, നമുക്ക് ജൈൻ വീലിൽ കയറിയിരിക്കാം. ഞാൻ ഓടിച്ചെന്ന് നോക്കട്ടെ മറ്റെന്തൊക്കെയുണ്ടെന്ന് ഇവിടെ. വഴിമാറിയേ. നിങ്ങൾ ചെന്നോളൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. അവിടെ നിക്ക്. ഇതെന്താ സ്പീഡ് കുറയുന്നില്ല? എന്റെ ഐസ്ക്രീം. മക്കളെ ഒന്ന് വഴിമാറിയേ. വേഗം വണ്ടി വരുന്ന കണ്ടില്ലേ? നന്മകൾ ഉണ്ടാവട്ടെ പോലീസുകാരാ. നന്ദിയുണ്ട് സ്വാമിജി, വളരെ നന്ദിയുണ്ട്. നിന്നോട് ആരാണ് അനുഗ്രഹം ചോദിച്ചത്? ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, മനസ്സിലായ? യു ആർ അണ്ടർ അറസ്റ്റ്. ഇതെന്താണ് ഒരു പൊടി? മര്യാദക്ക് നിന്നോ. നിയമത്തിന് നീ കളിപ്പിച്ചോ? ഓ സോറി, അല്ലല്ല, നിയമത്തിന് നീ കളിപ്പിക്കാൻ പാടില്ല. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. മര്യാദക്ക് നിൽക്ക്. എന്ത് പറ്റില്ല സിംഗ് സർ? ശിവ, നീ ഇപ്പോൾ വന്നത് നന്നായി. പൊതുജനങ്ങളുടെ അടുത്ത് പലതും മോഷ്ടിക്കുന്ന ഈ കള്ളനെ പിടിക്കാൻ നീ ഒന്ന് സഹായിക്കണം. ആ കള്ളൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പോയി തരയേ. ഓക്കെ സർ, നിങ്ങളൊന്ന് അന്വേഷിക്കൂ, ഞാനും അന്വേഷിക്കാം. ആ കള്ളൻ ഇത് എവിടെ പോയി? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഈ വഴിക്ക് വരുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? അവന്റെ മുഖത്ത് ഇടത്തെ കവളിൽ ഒരു കറുത്ത മരം ഉണ്ടാവും. ഇതുപോലെയാണോ? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ കറുത്ത മുഖം. അവനൊരു കള്ളനാണ് അല്ലേ? നിങ്ങളുടെ പേര് ലഡ്ഡു സിംഗ്. നിങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അവൻ നിങ്ങളെ മണ്ടനാക്കി രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? യെസ്, നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ നിങ്ങൾക്കത് എങ്ങനെ അറിയാം? ഞാനൊരു ജോത്സ്യനല്ലേ? എന്നെ കണ്ടിട്ട് തനിക്കത് മനസ്സിലാവുന്നില്ലേ? നോക്കേ, ആ കള്ളൻ അത് വഴിയാണ് പോയത്. അതിനു മുമ്പ് ഒരു 10 രൂപ ഇങ്ങതാ, എന്റെ ദക്ഷിണ തരാൻ നോക്ക്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ തരാം. അങ്ങൊരു മഹാൻ തന്നെയാ, ശരിക്കും ഒരു വലിയ മഹാൻ തന്നെ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു പുരുഷനെ അല്ല, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു മഹാപുരുഷനാണെന്നാണ്. അതെ ശിവ, നീ അങ്ങോട്ട് പോകണമെന്നില്ല. ഗേറ്റിന്റെ അടുത്തേക്ക് പോയാ മതി. ഇപ്പൊ തന്നെ പോയിക്കോ. കുറച്ച് മുമ്പേ എന്നോടൊരു ജോത്സ്യനാണ് പറഞ്ഞു തന്നത് നമ്മൾ അന്വേഷിക്കുന്ന കള്ളൻ ഗേറ്റ് വഴി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെന്ന്. ഇതിൽ വേറൊരു അത്ഭുതം നിനക്കറിയോ? കള്ളനെ പോലെ തന്നെ ആ ജോത്സ്യരുടെ മുഖത്തും ഇടത്തെ കവലിൽ ഒരു വലിയ കറുത്ത മരമുണ്ട്. അയാളുടെ കവലിൽ മറുകുണ്ടായിരുന്നു. സാറിന് അറിയോ? അത് ശരിക്കും ജഗുലിട്ടാരെയായിരുന്നു. നിങ്ങളെ വിഡിയാക്കിട്ട് അയാൾ ഓടിക്കളഞ്ഞു. അയാള് എന്റെ അടുത്ത് 10 രൂപ ദക്ഷിണ വാങ്ങി പോയതാണ്. വിടില്ല, അയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എനിക്ക് എന്റെ 10 രൂപ തിരിച്ചു കിട്ടണം. എങ്ങോട്ടാ
ഇതിനെന്താ പറ്റിയ സ്പീഡ് കൂടിയല്ലോ. ഇറക്കി വിടണേ, ഇതാരെങ്കിലും ഒന്ന് നിർത്തണേ. അതെ, ഇതിന്റെ സ്പീഡ് ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്യേ. ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് വയറ് ഏതിലെ കണക്ട് ചെയ്യേണ്ടെന്ന് യാതൊരു പിടിയില്ല. നീ എന്നെ കൂടി ഒന്ന് രക്ഷിക്കേ. അത് പിടിച്ച് വലിക്കല്ലേ, അത് പിടിച്ച് വലിച്ച പെട്ടെന്ന് ആൾ അതിൽ നിന്ന് തെറിച്ചു വീഴും. പക്ഷികളെ പറന്നുപോ, വഴിമാറ്, വഴിമാറാൻ. ശരിക്കും എന്താ സംഭവം? ഒന്നുമില്ല, ഒരു കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തില. അയാളുടെ കവളിൽ ഒരു വലിയ കറുത്ത മറുകുണ്ട്. എവിടേക്കാ പോണ്? വിടില്ല, നിന്നെ ഞാൻ പിടിച്ചിരിക്കും. ഇവനെ പിടിക്കണം. ശിവ ഗോസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. വാ നമുക്ക് പോയി നോക്കാം അവിടെ എന്താന്ന്. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ലൈറ്റ് പോയി. ഏത് സ്ഥലത്ത് നോക്കിയാലും കൂരിരുട്ടായിരുന്നു. എല്ലാവരും പേടിച്ച് കുറച്ച് എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ, ഞാനുണ്ടല്ലോ ഇവിടെ. ഇത് ശരിക്കുള്ള പ്രേതമൊന്നും അല്ല. നമ്മളെ പേടിപ്പിക്കാനായിട്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പ്രേതങ്ങളാ. കള്ളനെ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണോ? അതെ, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ കവിളത്തൊരു കറുത്ത മറുകുണ്ടോ? ഇല്ലില്ല, കറുത്ത മരമുണ്ട്. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം ഇവിടെയുള്ള ഭൂതങ്ങളെല്ലാം ശരിക്കുള്ളതല്ല. ഇവിടെ ഞാൻ മാത്രമാണ് ശരിക്കുള്ള ഭൂതം. ശിവ, രക്ഷിക്കണേ. ഇവിടെ ശിവയെ പോലെ കാണുന്നത് വേറൊരു ഭൂതം കൂടി വന്നേക്കുന്നു. ഞാൻ ശരിക്കുള്ള ശിവയാണ്, അല്ലാണ്ട് ഭൂതമൊന്നുമല്ല. എങ്ങനെ എല്ലാ ഭൂതങ്ങളും പറയും? ഭൂതങ്ങൾ പല വേഷത്തിൽ വന്നാണ് നമ്മളെ പിടിക്കോ, ഓടിക്കോ. ശിവ, രവ ആദ്യം യോടിയും പേടിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. നീ ചെല്ല്, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ശിവ, ശിവ, ശരിക്കുള്ള ഭൂതം ഇവിടെ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളൊന്നും ചെയ്യല്ലേ. കുട്ടി ഇങ്ങോട്ട് വരൂ. കുട്ടിയൊന്നും വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കേ, ശിവ, അവനെ വിടരുത്, പിടിക്കേ.
നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. എനിക്ക് ആ കള്ളനെ പിടിച്ചേ പറ്റൂ. അതായത് കവിളത്ത് വലിയ മറുകുള്ള കള്ളനെ. ഞാനും ലഡു സിംഗ് സാറും കൂടി അവരെ പിടിച്ചോളാം. നിങ്ങൾ ദൂരെ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അയാൾ കണ്ണിൽ പെട്ടാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. നമുക്ക് എൻജോയ് ചെയ്യാം. കറുത്ത മറു, മുഖത്ത് കറുത്ത മറുവല്ലവൻ എവിടെയാണ്? എവിടെ പോയി? അവൻ എവിടെ പോയി? യൂണിസ് പേടിക്കണ്ട, വാന്നേ. വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവിടെ നിക്ക്. എങ്ങോട്ടോ ഓടുന്നേ? എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിനെന്ത് പറ്റി? എത്ര ശ്രമിച്ചിട്ടും നിൽക്കുന്നില്ലല്ലോ. അതെ, ഈ സീറ്റിലിരുന്ന് സ്ലൈഡ് ആയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചാടിക്കോ. എന്നിട്ട് സൈക്കിൾ സീറ്റിൽ മുറുകെ പിടിച്ചിരുന്നോളൂ. ശിവ, ഞാനിപ്പോ അയാളെ കണ്ടതേ ഉള്ളൂ. അയാൾ ആ ഗ്ലാസ് ഹൗസിലേക്ക് കയറി. നീ ഇവിടെ തന്നെ നിക്ക് ശിവ, ഞാൻ പോയി അവിടെ പിടിച്ചോളാം. പിടിക്കണം, പിടിക്കണം, ഞാൻ അവിടെ പിടിച്ചിരിക്കും. ഇതെന്താ? ഇവൻ ഒരാളായിരുന്നല്ലോ, ഇപ്പൊ ഇവനെ പോലെ കുറെ പേരുണ്ടല്ലോ. ലഡു സിംഗ് വന്ന് എന്നെ പിടിച്ചോളൂ. വരൂ, വരൂന്നേ. എടാ കള്ള, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ പിടിക്കും, പിടിച്ചിരിക്കും. ഇന്നെന്റെ കഴിവിന് ഒരു വെല്ലുവിളി വന്നിരിക്കുകയാണ്. ഒരുത്തരും ഞാൻ വെറുതെ വിടില്ല, എല്ലാരും ഞാൻ പിടിച്ചിരിക്കും. നിന്നെ ഞാൻ ഇത് ഗ്ലാസ് ഹൗസ് ആണ്. അയാളെ പിടിക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരുന്നാ നമുക്ക് പരിക്കേൽക്കും. പിന്നെ ശിവ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അവനെ എങ്ങനെ പിടിക്ക? ലഡു സിംഗ് സർ, ദാ അവിടെയാണ് കള്ളം നിൽക്കുന്നത്. എന്റെ ടോർച്ചിന്റെ റേസ് തിരിച്ചു വരുന്നില്ല, കണ്ടില്ലേ? തന്നെ ഞാൻ വിടില്ല. ലഡു സിംഗ് സർ, വേഗം ഓടി വരൂ. ഇയാളെ അറസ്റ്റ് ചെയ്യൂ. ഞാൻ ആരെ പിടിക്കേണ്ടത്? എവിടെയാ പിടിക്കേണ്ടത്? എനിക്കൊരു പിടുത്തമില്ല. ആരാണ് എവിടെയാണ് നിൽക്കുന്നത്? കണ്ടു, കണ്ടു, ഞാൻ കള്ളനെ കണ്ടു. വേഗം ചെല്ല്, അയാൾ ആ വഴിക്ക് ഓടിയത്. ശരി ശിവ. ഏയ്, ഇവരത് എവിടെ പോയി? അവനെ പിടിക്കണം. ശിവ, ദേ താഴെ ആ കള്ളൻ നിൽക്കുന്നുണ്ട്. ഈ ജഗ്ഗാക്കള്ളനെ നീ കാണിച്ചു കൊടുക്കുവല്ലേ കൊച്ചേ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം.
ആ, ആ. ശിവ ഇത് എനിക്ക് പറ്റിയ പണിയൊന്നും അല്ലട്ടാ. ഇങ്ങനെ കടന്ന് ഊഞ്ഞാല ആടാനും കറങ്ങാനൊന്നും എനിക്ക് വയ്യ. നീ ചെല്ല് നീ തന്നെ വേഗം പോയി എല്ലാം ചെയ്താ മതി. ബ്ലൂ ടയർ ഓൺ ചെയ്തേ പറ്റൂ. ഇതുവരെ ആരും ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്ന കണ്ടിട്ടില്ല ഞാൻ. എല്ലാ കാര്യത്തിലും ഇവൻ ഭയങ്കര വിരുദ്ധനാണല്ലോ. ആരുടെ ഈ ചെറുക്കൻ? അതെന്റെ ഫ്രണ്ടാണ്. അവന്റെ പേര് ശിവ എന്നാണ്. ഇവയായാലും ശരി എന്തായാലും ശരി എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. കുട്ടിയായ കുട്ടികളെ പോലെയല്ലേ പെരുമാറേണ്ടത്. അവനെ കുട്ടിന്ന് മാത്രം പറയരുത്. ശരിക്കും നല്ല ഈടുകൊള്ളും കേട്ടോ. ഇന്നത്തെ എന്റെ ഈ ദിവസം പോയല്ലോ. ഞാൻ എന്തിനാ ഈ പാർക്കിലോട്ട് വന്നത്? കണ്ടില്ലേ എത്ര വേഗത്തിൽ അവൻ സൈക്കിൾ ചവിട്ടി വരുന്നെന്ന്. അവനൊരു പേടിയുമില്ല. ഈ ചെറുക്കൻ എന്തുവാ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് സറണ്ടർ ആവാത്തത്? ഇല്ല, ഞാൻ സറണ്ടർ ആവില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവന്റെ മണ്ടയ്ക്കിട്ടൊന്ന് കൊടുത്താലേ പിന്നെ ജീവിതത്തിൽ അവൻ ഇതുപോലെ സൈക്കിൾ ചവിട്ടില്ലെന്ന്. ഇത് കണ്ടില്ലേ, ഇപ്പൊ സൈക്കിളിന്റെ മേളിൽ നിന്നോണ്ട അവന്റെ വരവ്. അവനും വീഴുന്നില്ല, അവൻ വന്നോണ്ടിരിക്കുന്ന സൈക്കിളും വീഴുന്നില്ല. ശരിക്കും ഇവൻ കുട്ടിയാണോ അല്ല ഭൂതോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അല്ല കുട്ടി എന്നല്ലാതെ പിന്നെ വേറെ എന്തോന്നാ വിളിക്കണ്ടേ? ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. കുട്ടി, നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഈ ജെറ്റ്കോട് കളിച്ചാല് നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവേ കുട്ടി. രക്ഷിക്കോ ജീവ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എന്നെ കൂടെ കൊണ്ടുപോ. എന്നെ ഇവിടെ ആക്കല്ലേ. താൻ അവിടെ തന്നെ തൂങ്ങി കിടന്നോ. പിന്നെ സെൽഫി എടുക്കാൻ മറക്കരുത്. വളരെ നന്നായിട്ടുണ്ട് ഈ പോസൊക്കെ. രക്ഷിക്കോ ശിവ, എന്നെ രക്ഷിക്കോ. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ശിവ രക്ഷിക്കോ. ഇൻസ്പെക്ടർ സാറേ, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകൂ. ഈ ശിവയുടെ അടുത്ത് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകൂ. നിങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ശിവനെ ഏൽപ്പിക്കണോ? അവന് വല്ല പരിക്കും പറ്റിയാലോ? അതുകൊണ്ട് നമുക്ക് പോവാം. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം പറയട്ടെ, നീ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ കൂടെ ഇല്ലേ? ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?